Hello friends, welcome back to my channel Aray's World. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നൂഡിൽസ് പക്കോടയാണ്. ഇത് കുട്ടികൾക്ക് എന്ന പോലെ വലിയവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ ബാക്കി വന്ന നൂഡിൽസിലാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ നൂഡിൽസ് പക്കോട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോവാം. ഇത് ഞാൻ കുട്ടികൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ നൂഡിൽസാണ്. ഈ നൂഡിൽസ് തന്നെയാണ് ഞാൻ അവർക്ക് ഈവനിങ്ങിൽ പക്കോടയാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാനൊരു പർദ നൂഡിൽസ് ചെയ്തിരുന്നു. സോ ആ വീഡിയോയിൽ ചെയ്ത അതേ രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ഈ നൂഡിൽസ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ ഐക്കാർഡിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിലും നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഏത് രീതിയിലാണോ നിങ്ങൾ നൂഡിൽസ് തയ്യാറാക്കുന്നത് അതുപോലെ ചെയ്താൽ മതിയാവും. ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ ഇടാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഈ നൂഡിൽസ് പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുക്കുന്നത് ഒരു 3/4 കപ്പ് കടലമാവാണ്. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ഇവിടെ എടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡറാണ്. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂൺ അജ്വൈനാണ്, ഓമം എന്നൊക്കെ പറയും. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ഇതുപോലെ പൊടിയായി അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോട ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ആഡ് ചെയ്യാൻ. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് അമർത്തി കുഴയ്ക്കാൻ പാടില്ല, ലൈറ്റായിട്ടൊന്ന് കുഴച്ചാൽ മതിയാവും. അതിനുശേഷം 2 ടീസ്പൂൺ അരിമാവ് കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പക്കോടയ്ക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ആവശ്യത്തിലുള്ള വെള്ളം നമുക്ക് കുറച്ചായി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അമർത്തി മിക്സ് ചെയ്ത ആ നൂഡിൽസിൻ്റെ ടെക്സ്ചറൊക്കെ പോവും. സോ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കടായിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നൂഡിൽസിനെ ഇതുപോലെ ഉരുളകളാക്കി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നൂഡിൽസ് പക്കോട നല്ലപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞു. ഒരു ഗോൾഡൻ കളറിലാണ് ഇതിവിടെ ഉള്ളത്. ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പക്കോടയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.